ബോളിവുഡിലെ ജനപ്രിയ താരദമ്പതിമാരാണ് ഐശ്വര്യ റായ് ബച്ചനും അഭിഷേക് ബച്ചനും. ഓൺ സ്ക്രീനിലെ ജോഡി ജീവിതത്തിലും ഒന്നാവുന്നത് 2007-ലാണ്. ഇന്ത്യൻ സിനിമാ ലോകം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും. ഇരുവർക്കും ഒരു മകളാണുള്ളത്. ആരാധകരെ സംബന്ധിച്ച് ഐശ്വര്യയും അഭിഷേകും മാതൃകാ ദമ്പതിമാരാണ്. ഇരുവരും പരസ്പരം കാണിക്കുന്ന സ്നേഹവും ആദരവും ഒക്കെ പലർക്കും മാതൃകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ആരാധകരുടെ മനസ്സിലെ ആ ബിംബത്തിന് വിള്ളൽ വീണിരിക്കുകയാണ്. ഐശ്വര്യയും അഭിഷേകും വിവാഹമോചിതരാവുകയാണെന്നും പിരിഞ്ഞുവെന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ കുറച്ച് മാസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാർത്തകളോട് താരങ്ങൾ ഇരുവരും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗോസിപ്പ് കോളങ്ങൾ തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ മെനയുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പല പൊതുവേദികളിലും ഐശ്വര്യ എത്തിയത് മകൾ ആരാധ്യയ്ക്കൊപ്പമാണ്. അഭിഷേകിനെ ഐശ്വര്യയ്ക്കൊപ്പം കാണാറുമുണ്ടായിരുന്നില്ല. ഇതോടെയാണ് വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത്. എന്നാൽ ഇതിനിടെ മകളുടെ സ്കൂളിലെ പരിപാടിക്കും മറ്റും അഭിഷേകും ഐശ്വര്യയും ഒരുമിച്ചെത്തിയത് ആരാധകർക്കിടയിൽ ആകാംക്ഷ ജനിപ്പിച്ചിരുന്നു. ഇരുവരും പിരിഞ്ഞുവോ ഇല്ലയോ എന്നതിൽ ഇപ്പോഴും ആർക്കും വ്യക്തത ലഭിച്ചിട്ടില്ലെന്നാണ് വസ്തുത. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, അഭിഷേകും ഐശ്വര്യയും ഒരിക്കലും വിവാഹബന്ധം അവസാനിപ്പിക്കില്ല എന്നതാണ്. ഇതിനുള്ള കാരണമായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ബച്ചൻ കുടുംബത്തിലെ അലിഖിത നിയമമാണ്. നാളിതുവരെ ബച്ചൻ കുടുംബത്തിൽ ഒരു വിവാഹമോചനം പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഐശ്വര്യയും അഭിഷേകും പിണങ്ങുകയും രണ്ട് വീട്ടിൽ താമസിക്കുകയും ചെയ്താൽ പോലും ഔദ്യോഗികമായി വിവാഹമോചനം നടത്തില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തങ്ങളുടെ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ബച്ചൻ കുടുംബം. വർഷങ്ങൾക്ക് മുമ്പ് രേഖയും അമിതാഭ് ബച്ചനും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ ഭാര്യ ജയ ബച്ചനിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു അമിതാഭ് ബച്ചൻ. അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും പോലെ തന്നെയാണ് അഭിഷേകിന്റെ സഹോദരി ശ്വേതയുടെയും ദാമ്പത്യത്തിൽ സംഭവിച്ചതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കപൂർ കുടുംബത്തിന്റെ ബന്ധുവായ നിഖിൽ നന്ദയാണ് ശ്വേതയുടെ ഭർത്താവ്. ഇരുവരും പക്ഷേ ഇപ്പോൾ അകന്നാണ് കഴിയുന്നത്. ശ്വേത മുംബൈയിൽ ബച്ചൻ കുടുംബത്തിനൊപ്പവും നിഖിൽ ന്യൂഡൽഹിയിലുമാണ് കഴിയുന്നത്. ഇരുവരും തമ്മിൽ അകന്നു കഴിയുമ്പോഴും ഔദ്യോഗികമായി വിവാഹമോചനം നടത്തിയിട്ടില്ല. ഇതുപോലെ ഐശ്വര്യയും അഭിഷേകും ഔദ്യോഗികമായി പിരിയാതെ തന്നെ രണ്ട് വഴിയിലൂടെ ജീവിതം നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ബച്ചൻ കുടുംബത്തിൽ വിള്ളലുകൾ വീണതായ റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വാർത്തകളോട് അഭിഷേകും ഐശ്വര്യയും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അഭിഷേകിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളാണ് ഐശ്വര്യ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചതിന് പിന്നിലെന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ. എന്നാൽ പിന്നീട് അഭിഷേകും നടി നിമ്രത് കൗറും അടുപ്പത്തിലായതാണ് കാരണമെന്നായി. ഇതിന് പിന്നാലെയാണ് ഐശ്വര്യയും അഭിഷേകും ഒരുമിച്ച് പൊതുവേദിയിലെത്തിയതും വിവാഹമോചന വാർത്തകൾ തണുത്തതും.